പ്രശാന്തേട്ട, ഉത്തർപ്രദേശിൽ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിന്റെ ഒരു ആവശ്യവുമില്ല. കാരണം കോടതിയാണ് പറഞ്ഞത് അവിടെ സർവേ നടത്തണമെന്ന്. അല്ലാതെ അവിടുത്തെ സർക്കാരിന് ഇതുമായി ഒരു ബന്ധവുമില്ല. പിന്നീട് അവിടെ SP യുടെ ചില നേതാക്കൾ ഇടപെട്ട്, MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അവിടെ കല്ലെറിയുന്ന സാഹചര്യമെല്ലാം വാർത്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ മറ്റൊരു പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയാണ്. അന്ന് സർവേ നടത്തി അവരങ്ങ് പോകുമായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ 40 വർഷത്തിലധികമായ ഒരു ക്ഷേത്രം ആരും ശ്രദ്ധിക്കാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭാലിലെ വിഷയമുണ്ടായതിന് പിന്നാലെ അവിടെ എത്തിയവർ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. യോഗി ഇനി അത് തുറക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ ഇപ്പോൾ ഒരു പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയല്ലേ. സംഫാൽ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നബാധിത പ്രദേശം തന്നെയാണ്. അവിടെ ഇപ്പോൾ ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം പോലീസ് കൃത്യമായിട്ട് ഇടപെട്ട് അതിനകത്ത് 12,000 പേര് അജ്ഞാതരായിട്ടുള്ളവരുണ്ട്. പോലീസ് CCTV വെച്ചിട്ട് ഈ ആൾക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ വിഷയം ഉണ്ടാക്കുന്നതിനകത്ത് ആ പ്രദേശവാസികളല്ലാതെ അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ ഇടപെടുന്ന ഒരവസ്ഥ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വെടിവെപ്പിനകത്ത് പോലീസല്ല വെടിവെച്ചെന്ന് പോലീസ് പറയുന്നു. അക്രമകാരികളെ വെടിവെച്ചതിന് ഉപയോഗിച്ച ഷെല്ലുകൾ പാക് നിർമ്മിതമാണെന്ന് പറയുന്നു. അപ്പം മൊത്തത്തിൽ ആ പ്രദേശത്ത് ഒരു നിഗൂഢത ഉള്ള ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തോട്ട് കോടതിയുടെ അനുമതിയില്ലാതെ കയറേണ്ടെന്ന് കോടതി തീരുമാനിക്കും. എന്നാൽ നിർബന്ധപൂർവ്വം ഈ മുസ്ലിം ലീഗിൻ്റെ MP മാരും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയൊക്കെ കൂടെ പോകാൻ തീരുമാനിക്കും. അതിനെപ്പറ്റി ഒരു വിഷയം അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു വിഷയമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ കൃത്യമായ ഇടപെടൽ കൊണ്ടും ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെ ഇടപെടൽ കൊണ്ട് അത് നടക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം എന്തായാലും സംഫാൽ എന്ന വിഷയം, അവിടെ ഉണ്ടായ മരണം, അതിനകത്ത് ദുരൂഹമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവുമായിട്ടാണ് യോഗി അതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. യോഗി അതിനകത്ത് ഇടപെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് സർക്കാർ ഭൂമികൾ ഉള്ളത് അല്ലെങ്കിൽ ഈ പൊതുമുതൽ മൊത്തവും കയ്യേറി കെട്ടിടങ്ങൾ വെച്ചിരിക്കുകയാണ്. ഈ പൊതുമുതൽ മൊത്തം കയ്യേറി കെട്ടിടങ്ങൾ വെച്ചതിനകത്ത് പരിശോധന നടത്തിയപ്പോൾ വീടിനകത്ത് ആ പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷണം. ഈ വൈദ്യുതി മോഷണം എന്ന് പറയുമ്പോൾ അത് ഈ പൊതുസ്ഥലത്ത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ ഉടനീളമുള്ള പല വീടുകൾക്കും ഈ വൈദ്യുതി അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. ഏതാണ്ട് ഇപ്പോൾ കണക്ക് ഏകദേശം നോക്കിയപ്പോൾ തന്നെ ഒരു കൊല്ലം 15 കോടി രൂപയുടെ വൈദ്യുതി മോഷണം തന്നെ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അനധികൃത കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം തൊട്ട് അവർ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി മോഷണത്തിനോടനുബന്ധിച്ച് അതൊരു വെള്ളം മോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ മൊത്തവും ഈ പറയുന്ന സർക്കാർ ഭൂമി കയ്യേറി കെട്ടിടം വയ്ക്കുക, ആ ഭൂമിക്കകത്ത് താമസവും വ്യാപാര സ്ഥാപനങ്ങളും നടത്തുക, ആ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി ആ ഭൂമിക്കകത്ത് താമസിക്കുന്നതിന് സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഈ പറയുന്ന വൈദ്യുതിയും വെള്ളവും വ്യാജമായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് ആ പ്രദേശത്ത് വിഷയങ്ങളുണ്ടാക്കുക. അല്ലെങ്കിൽ ആ പ്രദേശത്തെ വിഷയങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത് പോലെ പാക് ഷെല്ലുകൾ ഉപയോഗിച്ചാണ് വെടിവെച്ചതെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഒരു വ്യക്തിക്ക് കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ടാകുന്നിരിക്കെ കോടതി അവിടുന്ന് ഒരു ഓർഡർ ഇടുമ്പോൾ അത് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടായിരിക്കും. അത് നടപ്പാക്കാൻ വരുന്ന ഗവൺമെൻറ് സംവിധാനത്തെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിയമപരമല്ലായിട്ട് സംഘടിക്കുന്ന ഒരവസ്ഥ. ഈ സംഘടിച്ചവരെ പരിശോധിക്കുമ്പോൾ അത് ആ പ്രദേശത്തുള്ള ആളുകളല്ലാതെ വരുന്നു, ആ പ്രദേശത്തുള്ള ആളുകളല്ലാതെ വരുന്ന അജ്ഞാതരായിട്ടുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഇതിനകത്തൊരു വലിയ നിഗൂഢതയുണ്ട്. ഇപ്പം അത് പൊളിയാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശം മൊത്തവും റെയ്ഡ് നടക്കുകയാണ്. ആ പ്രദേശത്തുള്ള കോളനികൾ, കൂട്ടമായിട്ട് താമസിക്കുന്ന ആൾക്കാർ. 78-ലൊക്കെ അവിടെ വർഗീയ കലാപമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. വർഗീയ കലാപം ഉണ്ടാവുക, അവിടെ ധാരാളം ഹിന്ദുക്കൾ താമസിച്ചിരുന്ന പ്രദേശമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ പലായനം ചെയ്തിട്ടുണ്ട്. ഈ വർഗീയ കലാപം ഉണ്ടാക്കി പലായനം ചെയ്യിച്ചതിന് ശേഷം അവിടെ ഒരു പ്രത്യേക മതവിഭാഗം മാത്രം താമസിക്കുമ്പോൾ അവരുടെ അജണ്ടയും അല്ലെങ്കിൽ അവിടെ ആ വർഗീയ കലാപം അന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത്രയും കാലം കൊണ്ട് ആ പ്രദേശം ഉരുത്തിരിച്ച് വെച്ചിരിക്കുന്ന വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പരിശോധിക്കുമ്പോൾ അമ്പലങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഒരു വീട് പരിശോധിക്കുമ്പോൾ ഒരു അമ്പലവും അമ്പലത്തോടനുബന്ധിച്ചുള്ള കിണറും അടഞ്ഞു കിടക്കുന്നു. ആ കിണറൊക്കെ തുറക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പം ആ പ്രദേശത്തെ ഏതാണ്ട് 48 കൊല്ലം കൊണ്ട് അടഞ്ഞു കിടന്ന അമ്പലം തുറന്നു കൊടുക്കുന്ന പ്രദേശവാസികൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ. ആ പ്രദേശത്ത് ധാരാളം ഇതുപോലെ അമ്പലങ്ങൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് അറിയാൻ
പറ്റുന്ന ഒരവസ്ഥ. അതായത് ഈ സംഫാൽ എന്ന് പറയുന്ന പ്രദേശത്തെ SP ആണ് വളരെ കാലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞിട്ടുള്ളവർ ഈ പ്രദേശങ്ങളിൽ മൊത്തം ഇതുപോലുള്ള മാഫിയ സംഘങ്ങളെ ഉരുത്തിരിക്കുന്നതിനും അവരെ വളർത്തിയെടുക്കുന്നതിനും അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും SP BSP ഒക്കെ വളരെ മുമ്പിലായിരുന്നു. അപ്പം അവരുടെ അങ്ങനത്തെയുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉടലെടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ UP പോലുള്ള സ്ഥലത്ത് മാഫിയ വിളയാട്ടത്തോട് അനുബന്ധിച്ചിരിക്കുന്ന ഈ പറയുന്ന ഭരണ സംവിധാനം അതിന് മാറ്റം വരുന്ന ഒരവസ്ഥ, അത് മാറ്റിക്കൊണ്ട് വരുന്ന ഒരവസ്ഥയാണ് യോഗിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം തന്നെ ഈ യോഗി ഇത്തരത്തിൽ ഇടപെടുമ്പോൾ യോഗിക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കകത്തു നിന്ന് വരുന്നത് പോലെ തന്നെ പ്രശ്നം ഈ ഭരണപക്ഷത്തിനകത്തുനിന്ന് ഒരു സമയം വരെ ഉടലെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വരെ പാർട്ടിയിലെ പല നേതാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യം. എന്നുവെച്ചാൽ അതിനകത്ത് അദ്ദേഹം OBC വിഭാഗത്തിന്റെ എതിർപ്പ് സമ്പാദിച്ചതുകൊണ്ടാണ് തോറ്റമെന്ന് പറഞ്ഞുകൊണ്ട് OBCയുടെ ഒരു നേതാവൊക്കെ അവിടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതൊക്കെ അത് ശരിയല്ലെന്ന് കണ്ട്, അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു RSSന്റെ ദേശീയ നേതൃത്വവും അല്ലെങ്കിൽ BJP നേതൃത്വമൊക്കെ ഇടപെട്ടതിന് ശേഷം യോഗി വീണ്ടും അവിടെ കരുത്താർച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് യോഗിയുടെ നിലപാടുകൾ രാജ്യത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ നിലപാടുകളാകുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാധാരണക്കാരൻ്റെ നിലപാടുകളാണ്. ഈ സാധാരണക്കാരൻ്റെ നിലപാടുകൾ എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് വരുമ്പോൾ അവിടുത്തെ മാഫിയ ഗ്രൂപ്പും ആ സാധാരണക്കാരൻ്റെ പ്രദേശവും അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭൂമിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനവും ഒക്കെ ഉപയോഗിച്ച് മാഫിയ ഗുണ്ട വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമാണ്. ഈ മാഫിയ ഗുണ്ടം വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കാലത്ത് ഗുണ്ടയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് പഞ്ചായത്ത് മെമ്പറാകുന്നു, അടുത്ത ദിവസം അത് MLA ആകുന്നു, അതിൻ്റെ അടുത്ത ദിവസം മന്ത്രിയാകുന്നു. അതായത് ഗുണ്ടകൾ രാഷ്ട്രീയക്കാരായിട്ട് മാറുന്ന ഒരവസ്ഥ. അതായത് അങ്ങനത്തെ വരുമ്പം സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ ഗുണ്ടകളായിട്ടും മാഫിയ തലവന്മാരും വരുമ്പോൾ ഏത് നീതിയാണ് ലഭിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേന് സർക്കാർ സംവിധാനങ്ങൾ മൊത്തം അവരുടെ കയ്യിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടയായിട്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ കയ്യേറ്റവും, അല്ലെങ്കിൽ സർക്കാർ മുതലുകൾ കയ്യേറുകയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരനെ പിടിച്ചു പറിക്കുകയാണ്. അപ്പം അത് ഭരണ സംവിധാനത്തിൽ കൂടി ഇവർ വരുമ്പോഴത്തേന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ അതിന് മാറ്റം വരുന്നത് ഈ സംഫാൽ എന്ന് പറയുന്നിടത്ത് പ്രദേശത്ത് വിഷയമുണ്ടാക്കിയത് ഇപ്പോൾ അത് പ്രശ്നമായിട്ട് മാറുന്നൊരു ദിവസം. കാരണം അവിടുത്തെ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നൊരവസ്ഥ, അവിടെ കൈയടക്കി വെച്ചിരുന്ന മാഫിയകളെ പൂട്ടുവീഴുന്ന അവസ്ഥ, ഈ മാഫിയകൾ കയ്യേറിയിരുന്ന അനധികൃതമായിട്ടുള്ള സർക്കാർ സ്വത്തുകളും സംവിധാനങ്ങളും ഒക്കെ പൊളിച്ചു കളയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈദ്യുതി മോഷണവും വെള്ളം മോഷണവും ഈ കാര്യങ്ങൾക്കൊക്കെ വിടുന്നു. അതായത് അവിടെ സ്വൈര്യവികാരം നടത്തുന്നതിന് വേണ്ടി അവിടെ താമസിച്ചു വരുന്നവരെ പലായനം ചെയ്യിച്ചിട്ടുണ്ടല്ലോ. ഈ പലായനം ചെയ്യിച്ചിട്ടുള്ളവർക്ക് തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ആ പ്രദേശത്ത് ഈ വിഷയത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഈ വിഷയം എന്തുകൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങി, ആരിതിൻ്റെ പുറകിൽ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി യോഗിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നീക്കം. പലായനം നടന്നതിൻ്റെ ഫലമായാണ് അന്ന് ആ ക്ഷേത്രം അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് തിരിച്ചു വന്നിട്ടുണ്ട്, യോഗി കണ്ടെത്തിയിട്ടുണ്ട് ആ ചില ഉദ്യോഗസ്ഥർ. അതായത് ആ പ്രദേശത്ത് ഞാനീ പറഞ്ഞില്ലേ 78-ലും കണ്ട് അടഞ്ഞു പോയ അമ്പലമാണ്. അതായത് ആ പ്രദേശം വളരെ കൃത്യമായിട്ട് ദീർഘകാലമായിട്ട് 50 കൊല്ലത്തിന് ശേഷമാണ് ശേഷം തുറക്കാം. ദീർഘകാലമായിട്ട് ആ പ്രദേശം ചില പ്രത്യേക ആൾക്കാരുടെ കീഴിലായിരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പം വെളിവാകുന്നത്. അപ്പം യോഗി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന UP എന്ന് പറയുന്ന സംസ്ഥാനം നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര വലിയ സംസ്ഥാനമാണ് നമ്മൾ ആലോചിക്കണം. ഏതാണ്ട് 80 ലോക്സഭാ സീറ്റുണ്ട്. നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ സീറ്റല്ലേ അവിടുത്തെ ഒരു 3-4 ലോക്സഭാ സീറ്റ്, ഇവിടുത്തെ ഒരു 3-4 ലോക്സഭാ സീറ്റിൻ്റെ വലിപ്പം കാണും. അവിടുത്തെ ലോക്സഭാ സീറ്റ് അത്രയ്ക്ക് വലിപ്പത്തിൽ കിടക്കുന്ന 20 കോടിയോളപ്പുറം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം ഇത്രയും പ്രദേശത്ത് ഓടിയെത്തി അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം കണ്ടെത്തി അതിന് പോരായ്മ മാറ്റിയെടുക്കുന്നത് വളരെ പ്രയാസകരമാണ്. അപ്പം ഇത്രയും കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടും ഭരണ സംവിധാനം ഉപയോഗിച്ച് കയ്യേറ്റങ്ങളും ഗുണ്ടാ മാഫിയ സംഘങ്ങളെയൊക്കെ അമർച്ചത് മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും അവിടെ ചില പ്രദേശങ്ങളും ചില ഫോക്കസുകളും ഒക്കെ ചില ആൾക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്തും തെളിയുന്നത്. ഇപ്പം ഈ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമായിട്ട് ആ പ്രദേശത്ത് ചെന്നപ്പോഴാണല്ലോ അവിടെ വിഷയങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്, അവിടെ ഭരിക്കുന്നത് ഇതുപോലുള്ള മാഫിയകളാണെന്ന് മനസ്സിലാവുന്നത്, ഇതിന് കൂട്ടുനിൽക്കുന്നത് ചില രാഷ്ട്രീയക്കാരാണെന്ന് മനസ്സിലാവും. വളരെ കാലമായിട്ട് അവിടെ SP ഭരിക്കുന്നത്, SP-യുടെ MP ആണല്ലോ അവിടെ കിടന്ന് തേങ്ങിയത്. ഈ അവിടെ വിഷയം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അവിടെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചപ്പോഴും ഒക്കെ SP ആണെന്നല്ലോ പറഞ്ഞു ഇപ്പോഴാണ് ഇത് പൊളിക്കേണ്ടത്. എപ്പോഴാണ് ഇത് പൊളിക്കേണ്ടത്?
വിഷയങ്ങൾ കണ്ടെത്തുമ്പോഴാണ് പൊളിക്കേണ്ട. അതിനെന്തിനാ സമയം മാറ്റി വെക്കേണ്ട കാര്യം? അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കിയത് അവിടെ ഈ അനധികൃതമായിട്ട് താമസിക്കുന്നവരാ. അനധികൃതമായി താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആൾക്കാരാ? വെളിയിൽ നിന്ന് വന്നവരായിരിക്കും, അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായിരിക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്തുള്ളവരായിരിക്കും. ഇവരെ കണ്ടെത്തണ്ടേ? ഈ അജ്ഞാതർ എവിടുന്ന് വന്നു? 2000-ഓളം പേർ അജ്ഞാതരാണെന്ന് അവിടുത്തെ കലാപത്തെ കൂട്ടുമെന്നാണ് പറയുന്നത്. ഇവരെ കണ്ടെത്താൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CCTV വെച്ച് പരിശോധിച്ചിട്ട് പോലും കാണുന്നില്ല. കാരണം കലാപത്തിന് ശേഷം അവരവിടുന്ന് മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരെടുത്തുകാരാണെന്ന് അറിയണ്ടേ? UP-കാരാണെങ്കിൽ ആ പ്രദേശത്തുള്ളവരാണെങ്കിൽ പ്രദേശത്ത് കാണുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും സംഫാൽ വിഷയം അവിടുത്തെ ആ പ്രദേശം ക്ലിയർ ആവുന്നതിന് വേണ്ടിയും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ പ്രദേശവാസികൾക്ക് ആ പ്രദേശത്ത് തിരിച്ചെത്തി വീണ്ടും താമസിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ ഈ പറയുന്ന പോലെ വർഗീയ കലാപങ്ങൾ ഉരുത്തിരിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ സഹായിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്.